ഇപ്പോൾ ഈ CCTV കൂടെ ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിന് മനസ്സിലാവുന്നത് പോലീസ് സ്റ്റേഷൻ തന്നെയാണ് മരണപ്പെട്ടതെന്ന് കറക്റ്റ് അതിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഡാൻസ് ഓഫ് സംഘം മർദ്ദിച്ച് അവശനാക്കി പോലീസിനെ ഏൽപ്പിച്ചു, താന്നൂർ പോലീസിനെ ഏൽപ്പിച്ചു. പിന്നെ അവരടുത്ത് പറ്റിയ വീഴ്ചകളാണ് നമ്മൾ ഈ CCTVയിലൂടെ കണ്ടത്. അപ്പോൾ എന്തായാലും ഇതിലൊരു വൻ ഗൂഢാലോചന ഈ കേസിൽ, നമ്മളെ കേസിൽ നടന്നിട്ടുണ്ട്. അനിയനെ എന്തുകൊണ്ട് ഇങ്ങനെ മർദ്ദിച്ചു, കൊലപ്പെടത്തക്കവണ്ണം മർദ്ദിച്ചു എന്നുള്ളത് നമുക്കത് അന്വേഷിച്ച് തന്നെ കണ്ടെത്തണം. അപ്പോൾ അതിൽ പ്രത്യേക വൈരാഗ്യം, ഇപ്പോൾ CBI തന്ന കുറ്റപത്രത്തിൽ വൈരാഗ്യങ്ങളൊന്നുമില്ല. അതായത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി മർദ്ദനത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ സംഭവിച്ചു പോയി എന്നുള്ള, പക്ഷെ അതൊരിക്കലും നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. കാരണം ഒരു 8-10 മണിക്കൂർ അവരെ കയ്യിലുണ്ടായിട്ട് അവരറിയാതെ സംഭവിച്ചൊരു സാധനമാണെന്ന് ഈ ഓഫീസർക്ക് ഒരിക്കലും നമുക്കത് സമ്മതിക്കാൻ കഴിയില്ല. അതേപോലെ എന്താ പറയുക, ഉദ്യോഗസ്ഥരും വലിയ ഉദ്യോഗസ്ഥർ ഇതിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഈ CCTV ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും റീഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രോപ്പർ ഈ റീഇൻവെസ്റ്റിഗേഷൻ നല്ലൊരു SIT എന്തെങ്കിലും രൂപപ്പെടുത്തിയിട്ട് ചെയ്യണം എന്നാണ് നമ്മളെ മെയിനായിട്ടുള്ള ആവശ്യം. CCTVക്ക് നമ്മൾ ഒന്നര കൊല്ലത്തോളമായി നമ്മൾ നിയമപോരാട്ടം നടത്തുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള ഇത് മൂടി വെക്കാനുള്ള കാരണം അവർ പറഞ്ഞ ന്യായം പൊള്ളയാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്നുള്ളത് കൊണ്ടാണ്, ജനങ്ങളിലേക്ക് എത്തുന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്കത് ഇത്ര കാലം തരാകുന്നത്. കാരണം അത് CCTVയിൽ മരണം സംഭവിച്ചത് അത് സ്റ്റേഷനിൽ വെച്ചാണ്. സാക്ഷിമൊഴികളൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതെന്തായാലും ഇപ്പോൾ ഈ CCTVയോട് കൂടിയിട്ട് അത് ഉറപ്പ് വരുത്തി. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതായത് ഡാൻസ് ഓഫ് സംഘമാണ് ആദ്യം വരെ പിടിക്കുന്നത്. ഈ ഡാൻസ് ഓഫ് സംഘം എന്ന് പറഞ്ഞു വെച്ചാൽ അന്നത്തെ മലപ്പുറം SP നിയന്ത്രണത്തിലും ഒരു ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ആ ടീമിന് ഒരിക്കലും ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഈ കസ്റ്റഡിയിലെടുക്കാനോ മർദ്ദിക്കാനോ എന്നുള്ള അധികാരമില്ല. ഇപ്പോഴത്തെ നിയമപ്രകാരം അധികാരമില്ല. അപ്പോൾ ഇവർ ഇതൊന്നും ഒരു മേലുദ്യോഗസ്ഥൻ്റെ അറിവില്ലാതെ അവരൊറ്റയ്ക്ക് ചെയ്തെന്ന് അങ്ങനെ പൊള്ള വിശ്വസിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അപ്പം മേലിൽ നിന്ന് കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശപ്രകാരം താമരനെയും മറ്റുള്ള ഈ 12 പേരെ അവിടുന്ന് പിടിച്ചിട്ട് 3 വണ്ടികളായിട്ട് താന്നൂർ വരെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചതാണ്. അവിടെ നിന്നാണ് ഇവർ മർദ്ദിച്ചിട്ടുള്ളത്. അവർ താമരനെ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. ഈ 1-ാം പ്രതി 2-ാം പ്രതി ആൽബിനും ജിനും അവരാണ് മർദ്ദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ 12 മണി വരെ അവിടെ മർദ്ദിച്ചതാണ് ഈ മരണത്തിന് തന്നെ കാരണം. ഈ CCTV ദൃശ്യങ്ങളിലും താമരനെ കാണുന്നില്ല അധികം. അത് CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് മർദ്ദിച്ച്, അതും ഒരു തന്ത്രപരമായിട്ടുള്ള അതാണ്. അത് കോട്ടയത്ത് മർദ്ദിച്ച് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ഭാഗത്ത് കയറിപ്പോണേ കാണാറുള്ളൂ. പിന്നെ ഉള്ളത് ക്യാമറ ഇല്ലാത്ത ഭാഗത്താണ് അവർ വെച്ചത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, കള്ളത്തരം മറച്ചു വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാണല്ലോ അത് ചെയ്യേണ്ടത്. ക്യാമറ ഇല്ലാത്ത ഭാഗത്ത്. എന്നിട്ട് അനിയൻ മരണപ്പെട്ടതിന് ശേഷമാണ് കൂടെയുള്ളവരെ ലോക്കപ്പിലേക്ക് മാറ്റുന്നത്. അതെ, അത് മാറ്റി അവരത് കരഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പല പോലീസുകാരോടും പറഞ്ഞതാണ്, അന്ന് കാല് പിടിച്ച് പറഞ്ഞതാണ്, ഇവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവർ മർദ്ദിച്ചാണെന്നുള്ളത്. പക്ഷേ അത് കേൾക്കാതെ അതൊരു പൊള്ളത്തരാണ്, ഐഡിയ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ള തള്ളി മാറ്റലാണ് അവർ അന്ന് അത് കണ്ടത്. അത് ആ കരച്ചിലൂടെ മനസ്സിലാവുന്നുണ്ട്. ഈ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഏകദേശം വലിയ സമയം ലാഗ് വന്നിട്ടുണ്ട്. നമ്മൾ CCTV ദൃശ്യങ്ങൾ, അതായത് പുറത്തിറക്കിയതിന് ശേഷവും മുൻവശത്ത് വരുന്നു, അവിടെ നിർത്തുന്നു, പിന്നീട് ഒരുപാട് സമയം അവിടെ നിർത്തുന്നുണ്ട്. അതിലും വീഴ്ച വന്നിട്ടുണ്ട്. അത് പോലീസിൻ്റെ അടുത്ത് അന്നത്തെ ദിവസം സംഭവിച്ചത് കംപ്ലീറ്റ് വീഴ്ചയാണ്. അതിൽ ഇപ്പോൾ ഈ CCTV വന്നതോടുകൂടി അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ആ സമയം കൂടി അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് അതെ അതാണ് മനസ്സിലാവുന്നത്. അതപ്പോൾ CCTV വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഇപ്പോഴും ന്യായീകരിക്കാൻ പലരും ഉണ്ടാവും ഈ കാരണം പറഞ്ഞിട്ട്. അതെ, ഇപ്പോൾ കുറ്റപത്രത്തിലുള്ളത് SI മുതൽ താഴത്തേക്കുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ മർദ്ദന സമയത്ത് CI ജീവൻ ജോർജ് അവിടെ വന്നിട്ടുണ്ട്. അന്നത്തെ CI
പിന്നെ അന്ന് ഈ സീസർ മാസ്റ്ററിൽ ഒപ്പിട്ട CI ശ്രീനിവാസനും ഇതേ സമയത്ത് അത് 1:45 കൂടിയിട്ട് വന്നിട്ടുണ്ട്. അയാൾ സീസർ മാസ്റ്റർ നടക്കുമ്പോൾ അയാൾ സ്റ്റേഷനിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവരറിയാതെ ഒരിക്കലും ഈ CI റാങ്കിലുള്ള ആൾക്കാരെ ഒരിക്കലും ഈ സമയത്തേക്ക് പറഞ്ഞേക്കില്ല. CIൻ്റെ മുകളിലുള്ള DYSPയോ SP അവർ പറഞ്ഞിട്ടല്ല ഇവർ വരിക. അപ്പോൾ എന്തായാലും മേലത്തെ ഒരു ഉദ്യോഗസ്ഥനില്ലാതെ അല്ലെങ്കിൽ ഒരു വലിയൊരാളില്ലാതെ ഇവരൊന്നും ഇതിനനുസരിച്ച് പാവകളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരല്ലല്ലോ, അതും CI റാങ്കുള്ളവർ. അപ്പോൾ എന്തായാലും ഈ മേലത്തെ ഉദ്യോഗസ്ഥരേക്ക് അന്വേഷണം പോകണം. കൃത്യമായ അന്വേഷണം നടന്നാൽ ഇപ്പോൾ ഞാൻ പഠിച്ചിടത്തോളം കൃത്യമായ അന്വേഷണം നടന്നാൽ ഈ SP വരെ എത്തി.